ക്രൂസിലോട് ദൈവനാമം ഉണ്ടാകട്ടെ. വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുകയാണ്. പ്രൊഫസലാമി സ്തോത്രം. പെന്തക്കോസ് പ്രസ്ഥാനം അല്ലെങ്കിൽ പെന്തക്കോസ് ആരാധനകൾ, വിശ്വാസങ്ങൾ എങ്ങനെയാണ് ഈ ലോകത്തിലേക്ക് വലിയ നിലയിൽ പന്തലിച്ച് വന്നു എന്നുള്ളത് നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഈ പെന്തക്കോസ് പ്രസ്ഥാനങ്ങൾ വളരെ വില കൊടുത്താണ് ഇത് വളർന്നു വന്നത്. കാരണം ജീവൻ കൊടുത്ത് അനേകർ രക്തസാക്ഷികളായി തീർന്നു. ചുരുക്കം പറഞ്ഞാൽ പല വിധമായ രീതികളിൽ മനുഷ്യൻ വെടികൊണ്ടും വെട്ടേറ്റും പട്ടിണി കിടന്നും തള്ളപ്പെട്ടും ഹാലിൽ വീർപ്പ് മുട്ടിയും ജയിലുകളിൽ അടയ്ക്കപ്പെട്ടും വേദനകളുടെ മരണവേദനയിൽ മനുഷ്യൻ നാനാ ഭാഗങ്ങളിൽ അലഞ്ഞും പട്ടിണി കിടന്നും മരിച്ചും അങ്ങനെയാണ് ഈ പെന്തക്കോസ്, ഈ സഭ അല്ലെങ്കിൽ ഈ വിശ്വാസം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രശംസിക്കാനൊന്നുമില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, പ്രശംസിക്കുന്നെങ്കിൽ ക്രിസ്തുവിൽ പ്രശംസിപ്പീൻ എന്നാണ് പൗലോസ് പറയുന്നത്. നമുക്ക് യോഗ്യത പറയാൻ ഒന്നുമില്ല. പലരുടെ ജീവിതം പ്രശ്നങ്ങൾ അനേകർ പോവുകയും കാണുകയും ചെയ്യുമ്പോൾ എന്തോ യോഗ്യത ഉള്ളതുപോലെ അവരുടെ പോക്ക് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ, കാരണം ഒരു യോഗ്യതയില്ലായിരുന്ന സ്ഥാനത്ത് ഒരു കാലഘട്ടത്തിൽ പാപികളായി ദൈവമായി ബന്ധമില്ലാതെ ഇരുളിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ദൈവം നമ്മെ, എന്നെയും നിന്നെയും കർത്താവ് വിളിച്ച് വേർതിരിച്ചത്, ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് നമുക്ക് പ്രശംസിക്കാനൊന്നുമില്ല. കാരണം ക്രിസ്തുവിൽ എൻ്റെ സ്നേഹം മാത്രമേ നമുക്ക് പറയാനുള്ളൂ. സ്നാപക യോഹന്നാൻ പറയുന്നത് ഇങ്ങനെയാണ്, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നത് ദൈവത്തിൻ്റെ കുഞ്ഞാട്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. യോഗ്യനല്ലെന്നാ പറഞ്ഞത്. ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ പോലും യോഗ്യനല്ലെന്നാണ് പറയുന്നത്. മാത്രമല്ല, ഈ സ്നാപക യോഹന്നാനിൽ കൂടെയാണ് യേശു സ്നാനമേറ്റത്. സ്വർഗം തുറന്നു, പ്രാവെന്ന